കർമ്മശാസ്ത്രം അദ്ദേഹത്തിന് അറിയാമെന്നും പണ്ഡിതന്മാർ അങ്ങനെയാണ്, കർമ്മശാസ്ത്രത്തിൽ ഇങ്ങനെയില്ല എന്നൊക്കെ ഇങ്ങനെ അഴവഴമ്പൻ സമീപനം പറഞ്ഞതിന് കാര്യമില്ല. ഫിഖഹിന്റെ നിയമങ്ങൾ പറയുമ്പോൾ അതിനെ ഗണ്ണിക്കുന്ന ഇബാറത്ത് കൊണ്ടാണ് ഗണ്ണിക്കേണ്ടത്, പണ്ഡിതോചിതമായിട്ട്. അവിടെ ഞാൻ അർഹിക്കുന്നില്ല മറുപടി, ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കപ്പൽ മറിഞ്ഞപ്പോൾ പുറത്ത് കയറി സുഖം എന്ന് പറഞ്ഞ പോലെ. അതുപോലെ അബദ്ധങ്ങൾ പലതും വീണ സമയത്ത് സൈക്കിളിൽ നിന്ന് വീണ ചിരി പോലെ ചിരിച്ചോണ്ടൊന്നും കാര്യമില്ല, മറുപടിക്ക് മറുപടി പറയണം. അത് ആരാണെങ്കിലും ശരി. സ്വന്തം കയ്യിൽ അതിനുള്ള ഇന്ധനം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് വേണ്ടത്. പിന്നെ ഒഴിഞ്ഞു മാറല് ഇത് രക്ഷപ്പെടലാണ്, ഇത് ബുദ്ധിയുള്ളവരുടെയും മാന്യന്മാരുടെയും ലക്ഷണമല്ല. മറുപടി പറയണമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഒന്നിനും മറുപടി കിട്ടുന്നില്ല, അതുകൊണ്ട് മറുപടി അറിയിക്കുന്നില്ല, ഞാൻ പറയുന്നില്ല എന്ന്. അതുകൊണ്ട് ആണത്തം എന്നുള്ളതുണ്ടെങ്കിൽ ഇസ്ലാമിലെ എന്തെങ്കിലും ബാലപാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രാമായണത്തിലെ മറ്റോ 1-2 വരികൾ പറയുന്ന പോലെയല്ല ഇസ്ലാമിന്റെ ഫിഖ്. അത് ഖണ്ഡിതമായും ഉസൂലും അതിന്റെ കാര്യങ്ങളൊക്കെ ചേർത്ത് പഠിച്ച് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ പണ്ഡിതന്മാരെ ആ നിയമങ്ങൾ വ്യക്തമായും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗണ്ണിക്കാനാണ് തയ്യാറാവേണ്ടത്. അല്ലാതെ അവരെന്തെങ്കിലും കൊച്ചാക്കുന്ന രീതിയിലോ അവർ പഠിച്ചതുപോലെ ഞാൻ പഠിച്ചിട്ടില്ല, അവർ പറയുന്നത് പോലെ അംഗവിക്ഷേപം ഞാൻ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടലല്ല. അത് ഈ ദീനിനെ വികലമാക്കുന്ന ഒരാളെ എത്രമാത്രം പ്രതിപക്ഷ ബഹുമാനത്തോടെ സ്വീകരിക്കണമെന്ന് ദീനിന്റെ ആളുകൾക്കറിയാം. ഇത്രമാത്രം ജനങ്ങൾക്ക് മുമ്പിൽ ഇല്ലാത്ത ഒരു ഇസ്ലാമിക നിയമം ഉണ്ടാക്കി പറഞ്ഞ് ഇസ്ലാമിന്റെ പേരിൽ കെട്ടുകെട്ടി പറഞ്ഞ ഒരു കാസിമിക്ക് അദ്ദേഹത്തിന്റെ ആ ഭയങ്കര അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യമല്ല. ദീന വികലമാക്കിയവരെ വൈകല്യത്തിന്റെ സ്വഭാവത്തോടു കൂടെ തന്നെ തിരിച്ചടിക്കും. അതിനൊക്കെ ധൈര്യമുള്ളവർ പ്രതികരിക്കാൻ വന്നാൽ മതി. അഥവാ സ്വന്തം കപ്പാസിറ്റി വേണം പ്രതികരിക്കാൻ. അല്ലാതെ എവിടെന്നെങ്കിലും എഴുതി കൊടുത്തതോ ആരെങ്കിലും വാടകയ്ക്കെടുത്ത നാക്കായി ഉപയോഗിച്ചതോ ഇവിടെ പയറ്റാൻ കൊണ്ടുവന്നാൽ അത് വിജയിക്കില്ല. അപ്പൊ ചുരുക്കത്തില് അദ്ദേഹത്തിന് ഇതിന്റെ ഫിഖ് ഞാൻ ഈ വീഡിയോയിൽ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി സൗകര്യത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ വീഡിയോക്ക് മറുപടി പറയാം.